സംസ്ഥാനത്തെ ഒട്ടുമിക്ക മാനസികാരോഗ്യ കേന്ദ്രങ്ങളും ഇപ്പോൾ ഡി അഡിക്ഷൻ സെന്ററുകൾ കൂടിയായാണ് പ്രവർത്തിക്കുന്നത്. സമീപകാലത്തായി ചികിത്സയ്ക്കെത്തുന്നവരിൽ നല്ലൊരു പങ്കും രാസലഹരിക്കടിമപ്പെട്ട് മനോരോഗികളായവരാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് വയനാട് ചെന്നലോട്ടെ ലൂയിസ് മൗണ്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ വിദഗ്ധർ. 1989 മാനസികാരോഗ്യ കേന്ദ്രമായി പ്രവർത്തനമാരംഭിച്ചതാണ് വയനാട് ചെന്നലോട്ടെ ഈ ലൂയിസ് മൗണ്ട് ഹോസ്പിറ്റൽ. മനസ്സു താളം തെറ്റി ജീവിതം കുഴമറിഞ്ഞ നിരവധി പേരാണ് ഇവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞിറങ്ങിയത്. എന്നാൽ അടുത്ത കാലത്തായി ലഹരിക്കടിമകളായി മനോനില തെറ്റിയവരാണ് ചികിത്സയ്ക്കെത്തുന്നവരിൽ അധികവും. ഇതിൽ ലിംഗഭേദമോ പ്രായഭേദമോ ഇല്ല. ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് അല്ല, ഒരു ലഹരിയല്ല, ഒന്നിലധികം ലഹരി ഉപയോഗിച്ച് ഈ പറഞ്ഞിലൂടെ ചികിത്സ എടുക്കാൻ വരുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. പണ്ടൊക്കെ ആയിരുന്നു പ്യുവർ ഒരു ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇപ്പം ഒന്നിലധികം, അതും ഒരു 15 വയസ്സ് മുതൽ ഒരു 30 വയസ്സിനിടയിലുള്ള ചെറുപ്പക്കാരാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നത്. ഒരു എയർലി ഇൻ്റർവെൻഷനാണ് നമുക്കിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എത്രയും വേഗം മനസ്സിലാക്കാൻ കഴിയുന്നോ അത്രയും വേഗം തന്നെ ഒരു ചികിത്സ എടുത്ത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ വരുംവരായ്മകളെക്കുറിച്ച്, ഇതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയൊക്കെ കൊടുക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ നമുക്കിതിൽ നിന്ന് കുട്ടികളെയൊക്കെ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. മറ്റു മനോരോഗങ്ങളെ അപേക്ഷിച്ച് പൂർണ്ണമായ രോഗവിമുക്തിക്കുള്ള സാധ്യത തുലവും വിരളമാണ് എന്നതാണ് രാസലഹരിയുടെ ഏറ്റവും വലിയ അപകടമെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. സാധാരണ വരുന്ന ഒരു മാനസിക നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കുറേയൊക്കെ എഫേർട്ട് എടുത്ത് കുറേയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ലഹരി ഉപയോഗിച്ച് വന്ന, പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന സാധനമാണ് ഈ MDMA അല്ലെങ്കിൽ കഞ്ചാവ് തുടങ്ങിയ സാധനങ്ങളൊക്കെ. അത് നമ്മുടെ ബ്രെയിനെ ബാധിച്ചു കഴിഞ്ഞാൽ, അത് മാനസിക രോഗം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റിക്കവറി ഭയങ്കരധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടിയാണ്. മദ്യം താരതമ്യേന സുരക്ഷിതമാണ്, കഞ്ചാവോ രാസലഹരികളോ ആണ് അപകടകരമെന്ന വാദത്തെയും അനുഭവങ്ങൾ മുന്നിൽ വെച്ച് പൊളിച്ചടുക്കുകയാണ് ഇവർ. ചികിത്സയ്ക്കെത്തുന്നവരിൽ 90% ഒന്നിലധികം ലഹരികൾ ഉപയോഗിക്കുന്നവരാണ്. ചെറിയ ലഹരികളിൽ തുടങ്ങുന്നവർ വീര്യം കൂട്ടാൻ മറ്റു ലഹരികളിൽ അഭയം തേടുകയാണെന്നും ഇവർ പറയുന്നു. ആദ്യമൊക്കെ എന്താണ്, ചെറിയ സബ്സ്റ്റൻസ് തന്നെയാണ് എല്ലാവരും തുടങ്ങുക. അപ്പോൾ ചെറിയ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നവർക്ക് വേറൊരെണ്ണത്തിലേക്ക് ചാടാൻ പേടിയില്ല. ഒരിക്കലും ഉപയോഗിക്കാത്ത ഇപ്പോൾ ആൽക്കഹോളോ സ്മോക്കിങ്ങോ ഒന്നുമില്ലാത്ത ആൾ പെട്ടെന്ന് ഒരു വലിയ സാധനത്തിലേക്ക് ചാടാൻ അവർക്ക് ഉള്ളിലൊരു പേടിയുണ്ട്. ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നവർക്ക് പിന്നെ ആ പേടിയില്ലാത്തതുകൊണ്ട് വലിയതിലേക്ക് ചാടി മേലെയുള്ള കെമിക്കൽസിലേക്ക് ചാടി പോകും. അതുകൊണ്ട് തന്നെ രാസലഹരിക്ക് മാത്രമെതിരായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമല്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ. എല്ലാത്തരം ലഹരിയുടെയും ലഭ്യത കുറക്കുക എന്നതിനു പകരം നാടുനീളെ മദ്യശാലകൾ തുറക്കുകയും അക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ മാത്രം നിരോധിത ലഹരിക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഒരു പരിധിക്കപ്പുറം ഫലം ചെയ്യില്ലെന്നും ഇവർ വിശദീകരിക്കുന്നു. ടി അനീസ് അലി, മീഡിയ 1, വയനാട്.